അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും റജബ് 20 ദിനത്തിലാണ് നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോട് കൂടി നമ്മളെല്ലാവരും റജബ് 21 രാവിലേക്ക് കടക്കുകയാണ്. അതിനാൽ തന്നെ നേരത്തെയുള്ള ദിനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ റജബ് പകുതി 2/10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. 3-ാമത്തെ 10ലേക്ക് നമ്മൾ സമാഗതമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെയേറെ ഗൗനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ നമുക്ക് മർമ്മപ്രധാനമായിട്ടും പറയാനുള്ളത്, ഇന്ന് റജബ് 20 നോമ്പ്. റജബ് മാസത്തിൻ്റെ ബർക്കത്തും പോരിഷയുമെല്ലാം സാധാരണയായി നമ്മളുള്ള ആളുകൾ നേടിയെടുക്കുമ്പോഴും 3-ാമത്തെ 10 നമ്മിലേക്ക് സമാഗതമാവുമ്പോഴും റജബിൻ്റെ മഹത്വവും പോരിഷയും നേടിയെടുക്കാൻ പറ്റാത്ത ചില ആളുകൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും അതൊരു ഖേദകരമാണ്, ദുഃഖകരമാണ്, അതുപോലെ തന്നെ ഒരു വിഷമമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്കത് മാറ്റാനാകും. റജബ് മാസത്തിൻ്റെ മഹത്വവും പോരിഷയുമെല്ലാം നേടിയെടുക്കാൻ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. 5 വിഭാഗമായിട്ടാണ് അത് നമ്മൾ തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ഷഹറുൽ ഇസ്തിഗ്ഫാറാണ്. റജബ് മാസത്തിൽ നമ്മൾ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതിനാൽ തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചെയ്തികൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ കൂടുതൽ അമലുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അതിനാൽ ഇസ്തിഗ്ഫാർ നമുക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ അൽഹംദുലില്ലാ പല നേട്ടങ്ങളും നമുക്ക് കൊയ്യാൻ സാധിക്കും. അതിനാൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമ്മൾ കൂടുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയാണ്. രണ്ടാമതായി നമുക്ക് പറയാനുള്ളത്, റജബ് മാസത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും ലക്ഷോപലക്ഷം ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരകമോചനം നമ്മൾ തേടൽ വളരെ അനിവാര്യമാണ്. റജബ് മാസം വന്നിട്ട് പോലും നമ്മൾ നരകമോചനത്തിന് വേണ്ടിയിട്ട് തേടിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിലൊന്നും നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിൽ നമുക്ക് വരവേൽക്കണമെങ്കിൽ റജബ് മാസം നമ്മൾ നല്ല ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വലാത്തിൻ്റെ വാർഷികമായ റജബ് മാസത്തിൽ തീർച്ചയായിട്ടും നരകമോചനം നമ്മൾ തേടേണ്ട മാസമാണ്. ഇനിയുള്ള 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ഇത്തഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. നരകമോചനത്തിൽ
നമ്മൾ ഉരുവിടേണ്ട ദിക്ർ ഒരുപാട് ഉണ്ടെങ്കിലും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ച അല്ലാഹുമ്മ അഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ കാത്തുകൊള്ളണമേ, അതോ അല്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകമോചനം എനിക്ക് നൽകണമേ, ഇങ്ങനെ ഏതെങ്കിലും ദിക്ർ നമ്മൾ ഈ ദിനരാത്രങ്ങളിൽ ഉരുവിടേണ്ടത് വളരെ അത്യാവശ്യകതയാണ്. മൂന്നാമതായി നമുക്ക് പറയാനുള്ളത്, നമ്മൾക്കറിയാം കാഫുമല അല്ലേ, ആ പാട്ട് തന്നെ നമുക്കറിയാം. കാഫുമല കണ്ട പൂങ്കാറ്റേ കാരക്ക കൊണ്ടി വന്നാട്ടെ അല്ല. കാഫുമലയുടെ പിറകുവശത്ത് അള്ളാഹുവിൻ്റെ കോടാനുകോടി മാലാകന്മാർ സമ്മേളിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാഫുമാലയുടെ പിറകുവശത്ത് സമ്മേളിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ റജബ് മാസത്തെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച ദിക്റുകളാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ഇസ്തിഗ്ഫാറാണെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടൽ, ഇതെല്ലാം നമ്മൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഈ കോടാനുകോടി മലക്കുകളുടെ ഇസ്തിഗ്ഫാർ നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ടി അവർ പൊറുക്കലിനെ ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കോടാനുകോടി അള്ളാഹുവിൻ്റെ കോടാനുകോടി മാലാകന്മാർ നമ്മൾക്ക് വേണ്ടി പർവ്വതത്തിൻ്റെ പിറകിൽ ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റജബ് മാസത്തെ നല്ലതുപോലെ പരിഗണിക്കണം. എങ്കിലേ നമ്മൾ അതിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുകയുള്ളൂ. നാലാമതായി നമുക്ക് പറയാനുള്ളത്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ 3ആയി ഡിവൈഡ് ചെയ്തതിൽ മൂന്നാം രാവിൽ നമ്മളോട് നിർദ്ദേശിച്ചത് സുബ്ഹാനല്ലാഹി റഹൂഫ് എന്ന ദിക്ർ 100 തവണ ഉരുവിടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹി റഹൂഫ്, കൃപയുള്ളവനായ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ്. എത്ര മയമുള്ളവൻ, എത്ര സോഫ്റ്റായവൻ അല്ലേ. ജീവജാലങ്ങളോടാണെങ്കിലും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ പടപ്പുകളോടാണെങ്കിലും അല്ലേ, മഹ്ലൂക്കുകളോടാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കൃപയുള്ളവനാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അത് നമ്മൾ 100 തവണ നമ്മൾ ഉരുവിടുന്നതിലൂടെ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. കൂടാതെ അഞ്ചാമതായി നമുക്ക് പറയാനുള്ളത്, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വഅതുബ് അലയ്യ എന്ന ദിക്ർ, എന്ന ഇസ്തിഗ്ഫാർ സുബ്ഹ് നമസ്കാരത്തിൻ്റെ ശേഷവും മഗ്രിബ് നമസ്കാരത്തിൻ്റെ ശേഷവും 70 തവണ നമ്മൾ ഉരുവിടാൻ വേണ്ടി ശ്രമിക്കണം. അൽഹംദുലില്ലാ ഈ ഇസ്തിഗ്ഫാർ നമ്മൾ ഉരുവിടുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നിങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണം തന്നെയാണ് ലഭിക്കുന്നത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, പിന്നെ അസുഖങ്ങൾ രോഗങ്ങളെല്ലാം മാറി ആരോഗ്യവാനായിട്ട് ഉഷാറായിട്ട് മാറാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനസിക സംതൃപ്തി ലഭിക്കാൻ എല്ലാത്തിനും ഇസ്തിഗ്ഫാർ നമ്മളെ തുണക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇസ്തിഗ്ഫാറിന് പരിഗണന നൽകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ദിനങ്ങളാണ് ഇനി കടന്നു വരുന്നത്. അതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നത്, റജബ് മാസം എന്ന് പറയുന്നത് വുളൂഹിനെ പോലെയാണെന്നാണ്. വുളൂ നമസ്കാരത്തിന് നമ്മൾ വുളൂ എടുക്കാതെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുമോ? ഇല്ല.
അതുപോലെ തന്നെ റജബ് മാസത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നിസ്കാരം ലഭിക്കാത്തത് പോലെയാണ്. എന്നാലോ ഒന്നുമില്ലാതെ നമ്മൾ നമസ്കരിച്ചാലോ അത് ഹറാമാവും തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അത്രത്തോളം പ്രാധാന്യമുള്ള റജബ് മാസത്തെ നമ്മൾ പരിഗണിക്കൽ വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോന്ന ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ സബ്സ്ക്രൈബേഴ്സ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഖദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.